ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സൈക്കോളജിയുടെ ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. കാറ്റഗറി 1-ൽ ചോദിച്ച 30 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സൈക്കോളജി ക്വസ്റ്റ്യൻസ് എവിടെ കണ്ടാലും നിങ്ങളത് ആൻസർ ചെയ്യാൻ നോക്കണം. കാരണം ഏത് രീതിക്ക് ചോദിക്കുമെന്ന് നമുക്കറിയില്ല സൈക്കോളജി ക്വസ്റ്റ്യൻസ്. അപ്പോൾ സൈക്കോളജി ബേസ്ഡ് ആണെന്ന് കണ്ടാലും പെഡഗോഗി ബേസ്ഡ് ആണെന്ന് കണ്ടാലും എവിടെ കണ്ടാലും നിങ്ങളത് പഠിക്കുക. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സ്ഥിരം പറയുന്നത് പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ. മോക്ക് ടെസ്റ്റാണ്. പോയിൻറ്റ്സ് എഴുതാൻ പറ്റുന്നത് പോയിൻറ്റ്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. ചോദ്യം 1. Which of the following task is not a developmental task of later childhood? Learning to talk, learning physical skills necessary for ordinary games, learning to get along with age mate, developing fundamental skills in reading, writing and calculating. ആൻസർ ലേണിംഗ് ടു ടോക്ക് ആണ്. ഇവിടെ വരുന്നത് എന്താണെന്ന് നോക്കിക്കേ. വിച്ച് ഈസ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നാണ്. നമ്മൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ് പഠിച്ചിരുന്നു. ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ചൈൽഡ്ഹുഡാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. കാരണം ഇത് കേട്ടിട്ട് 1-ൻ്റെതാണ്. അപ്പോൾ ചൈൽഡ്ഹുഡ് ചോദിക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിട്ട് തരാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലേണിംഗ് ടു ടോക്ക്. നോക്കിക്കേ, ഇവിടെ ലേറ്റർ ചൈൽഡ്ഹുഡാണ്. ലേറ്റർ ചൈൽഡ്ഹുഡിലല്ല കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നത്. അത് ചൈൽഡ്ഹുഡ് വന്നപ്പോൾ ലേണിംഗ് ടു ടോക്ക് വരില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലേറ്റർ ചൈൽഡ്ഹുഡിൻ്റേതാണ്. ലേണിംഗ് ടു ടോക്ക് വരുമ്പോൾ ലേറ്റർ ചൈൽഡ്ഹുഡിൻ്റേത് അല്ലാന്ന് ഓർമ്മിച്ചോളുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഫ്രൂയിഡ്, the structure of personality that act on pleasure principle is superego, ego, id, libido. ആൻസർ ഇതാണ്. അക്കോർഡിംഗ് ടു ഫ്രൂയിഡ്, സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ആക്ട് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ. മനസ്സിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതിൽ പ്ലഷറിൻ്റെ പ്രിൻസിപ്പിൾസ് വരുന്നത് ഇതിലാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അടുത്ത 3-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദി മോസ്റ്റ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് സൈക്കോളജി? ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ആൻസർ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് ദ മോസ്റ്റ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് സൈക്കോളജി? ആൻസർ വരുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അടുത്ത 4-ാമത്തെ ചോദ്യം. വിച്ച് ഡിഫെൻസ് മെക്കാനിസം ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി? റെഗ്രഷൻ, പ്രൊജക്ഷൻ, സബ്ലിമേഷൻ, റെപ്രഷൻ. ആൻസർ സബ്ലിമേഷൻ ആണ്. ഇവിടെ എന്താണ് ഇത് പറയുന്നതെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഇപ്പോൾ പറഞ്ഞുതരാം. സബ്ലിമേഷൻ എന്ന് പറയുന്നത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ് സബ്ലിമേഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മെച്യൂർ ആയ കുട്ടിയിലുണ്ടാകുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അത് എന്താണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ നന്നായിട്ടത് പറഞ്ഞുതരാം. ഇനി അടുത്ത 5-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ടിവിറ്റീസ് ഡിമാൻഡ് ദ ലീസ്റ്റ് ഫൈനർ മോട്ടോർ ആക്ടിവിറ്റീസ്? പിക്കിംഗ് അപ്പ് റെഡ് അബ്രസ് ഫ്രം എ സ്മൂത്ത് ഫ്ലോർ, പിക്കിംഗ് അപ്പ് നീഡിൽ ഫ്രം ദി ഫ്ലോർ, റൈറ്റിംഗ് വിത്ത് എ പെൻ, കളറിംഗ് വിത്ത് ക്രയോൺസ്. ആൻസർ കളറിംഗ് വിത്ത് ക്രയോൺസ് ആണ്. ഇവിടെ എന്താ ചോദിക്കുന്നത്? ലീസ്റ്റ് ആയിട്ട് ഫൈനർ മോട്ടോർ ആക്ടിവിറ്റി മതിയാകുന്ന ഒരു ആക്ടിവിറ്റി ഏതെന്നാണ്. അതേതാണ്? കളറിംഗ് വിത്ത് ക്രയോൺസ് ആണ്. അടുത്ത 6-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവ്ലോ, സോഷ്യൽ കൾച്ചറൽ കോണ്ടക്റ്റ് ഓഫ് ലേണിംഗ് പിയാഷെ, റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ വാട്സൺ,
ഡിസ്കവറി ലേണിംഗ് ബന്ദൂര. ആൻസർ ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവ്ലോ ആണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കറക്റ്റ് പെയർ ഏതാന്ന് കണ്ടെത്താനാണ്. ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവ്ലോ ആണ്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് ചെയ്തെടുക്കുന്നത് പാവ്ലോവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ വൈഗോട്സ്കിയുടെ തിയറി പഠിച്ചില്ലേ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അതാണ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അത് ആരാ കൊണ്ടുവന്നത്? പിയാഷെ അല്ല, വൈഗോട്സ്കിയാണ്. എഴുതി വെച്ചോളണം. സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ് വരുന്നത് വൈഗോട്സ്കിയാണ്. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ വരുമ്പോഴാരാണ്? അത് സ്കിന്നറാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ വരുമ്പോൾ അത് സ്കിന്നറാണ്. ഡിസ്കവറി ലേണിംഗ് വരുമ്പോൾ അതാരായി? ബ്രൂണറാണ്. ഡിസ്കവറി ഓഫ് ലേണിംഗ് കൊണ്ടുവന്നത് ബ്രൂണറാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വിട്ടുപോകേണ്ട നല്ലൊരു ക്വസ്റ്റ്യനാണ്. പെയർ ചോദിച്ചു. പെയർ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നോളജ് അതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യനാണത്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചേക്കുക. അടുത്ത് 8ാമത്തെ ചോദ്യം. One of the student in your primary class always withdraws from place. The method suitable to study this child is case study, interview, survey, observation. Answer case study ആണ്. 9ാമത്തെ ചോദ്യം. A network of associated fact and concept that make up our general knowledge of the world is episodic memory, explicit memory, implicit memory, semantic memory. Answer semantic memory ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം. Which of the following statement is not matching with Piaget's theory of learning? പിയാഷെയുടെ തിയറിയുമായിട്ട് ലേണിങ്ങിനകത്ത് പെടാത്തത് ഏതെന്നാണ്? ചൈൽഡ് കൺസ്ട്രക്ട്സ് നോളജ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ്. ലേണിംഗ് ഈസ് എ കോൺഷ്യസ് ഡെലിബറേറ്റ് ആക്ടിവിറ്റി. എനി നോളജ് വിച്ച് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ വിൽ ബി കൺസിഡേർഡ് ആസ് മീനിങ്ലെസ്. ലേണിംഗ് ആൻഡ് ലൈഫ് ഡെവലപ്മെൻറ്റ് ആർ ബയോളജിക്കൽ പ്രോസസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. എനി നോളജ് വിച്ച് ഈസ് കൺസിസ്റ്റഡ് വിത്ത് ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ വിൽ ബി കൺസിഡേർഡ് ആസ് മീനിങ്ലെസ്. ബാക്കിയെല്ലാം പിയാഷെയുടെ തിയറിയുമായിട്ട് വരുന്നതാണ്. അടുത്ത 11ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? സീറോ റിജക്ഷൻ, ലീസ്റ്റ് റെസ്ട്രിക്റ്റഡ് എൻവയോൺമെൻറ്റ്, കോമൺ കരിക്കുലം, adapted curriculum. ആൻസർ കോമൺ കരിക്കുലം ആണ്. 12ാമത്തെ ചോദ്യം. എഡ്യൂക്കേഷണലി ലേണിംഗ് ഡിസേബിൾഡ് ലുക്കിംഗ് സിമിലർ ടു ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ബാക്ക്വേർഡ് ചിൽഡ്രൻ, മെൻ്റലി റിട്ടാർഡഡ്, ബിഹേവിയർ ഡിസോർഡർ. ആൻസർ ബാക്ക്വേർഡ് ചിൽഡ്രൻ ആണ്. എന്താ ചോദ്യം? എഡ്യൂക്കേഷണലി ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ ആരെ പോലെയാണ്? ബാക്ക്വേർഡ് ചിൽഡ്രന് സിമിലർ ആണ്. എഡ്യൂക്കേഷണലി ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ബാക്ക്വേർഡ് ചിൽഡ്രനെ പോലെയാണ്. അടുത്ത് 13. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ദി ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ? സ്നെല്ലൻസ് ചാർട്ട്, ബ്രിഡ്ജസ് ചാർട്ട്, ഫ്ലോ ചാർട്ട്, റിബസ് പിക്ചർ. ആൻസർ ബ്രിഡ്ജസ് ചാർട്ടാണ്. ബ്രിഡ്ജസ് ചാർട്ടാണ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത് 14ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടർ ഈസ് നോട്ട് എ കോസ് ഫോർ ഡിലേയ്ഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്? ലോ ഇൻ്റലിജൻസ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് പ്രാക്ടീസ്, practicing fine motor activities before practicing gross motor activities. Answer
പ്രാക്ടീസിങ് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസ് ബിഫോർ പ്രാക്ടീസിങ് ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റീസ്. ഇവിടെ ചോദ്യം നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടർ ഈസ് നോട്ട് എ കോസ് ഫോർ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന. മോട്ടോർ ഡെവലപ്മെൻറ്റ് ഡിലേ ചെയ്യാനുള്ള കാരണം എന്തെന്നാണ്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഇൻ്റലിജൻസ് കാരണമാവുന്നുണ്ട്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് പ്രാക്ടീസ്. ഇവിടെ വരാത്തത് ഏതാണ്? പ്രാക്ടീസിങ് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസ് ബിഫോർ പ്രാക്ടീസിങ് ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റീസ്. ക്ലിയർ ആണല്ലോ. അടുത്ത 15ാമത്തെ ചോദ്യം, ഇമ്പോർട്ടൻ്റ് എയിം ഓഫ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അറ്റ് പ്രൈമറി സ്റ്റേജ്, എൻഷുവർ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് പ്രോഗ്രസ്, കൺവേ ടു പാരൻസ്, assess teachers' teaching level, convey the progress of students to the authority. ആൻസർ ഇതാണ്, എൻഷുവർ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് പ്രോഗ്രസ്. ഇവിടെ വരുമ്പോൾ പ്രൈമറി സ്റ്റേജ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കാറ്റഗറി 1 കൊണ്ടാണ് പ്രൈമറി സ്റ്റേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് എയിം ഓഫ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അറ്റ് പ്രൈമറി സ്റ്റേജ് ആകുമ്പോൾ അത് കുട്ടികളിലെ ലേണിംഗ് ഉറപ്പുവരുത്താനും കുട്ടികളുടെ പ്രോഗ്രസ് ഉറപ്പുവരുത്താനുമാണ് കുഞ്ഞ് പ്രൈമറി സ്റ്റേജിലെ ഇവാലുവേഷൻ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത 16ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദി ഫീമെയിൽ സ്റ്റീരിയോടൈപ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്? അഗ്രസീവ്, ഇമോഷണൽ, സബ്മിസീവ്, ടോളറൻറ്റ്. ആൻസർ അഗ്രസീവ് ആണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദി ഫീമെയിൽ സ്റ്റീരിയോടൈപ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അഗ്രസീവ് ആണ്. കാരണം എന്ന് വെച്ചാൽ ആക്രമണ സ്വഭാവം സ്ത്രീകൾക്ക് വളരെ കുറവാണ്. അതായത് കുട്ടികളുടെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്താണ് അഗ്രസീവ് എന്നുള്ളത് ആരുടേത് വരുന്നത്? ഫീമെയിലിൽ വരുന്നതല്ല. പക്ഷേ ഇമോഷണലാണ്, സബ്മിസീവ് ആണ്, ടോളറൻ്റ് ആണ്. ഇല്ലേ? സഹിക്കുകയും സബ്മിസീവ് എന്ന് വെച്ചാൽ എന്താണ്? കീഴ്വഴങ്ങി ജീവിക്കുക എന്നുള്ള അതിലുള്ളതും അതിപ്പോഴും ഇമോഷണൽ ആവുന്ന ക്യാരക്ടറുമാണ് ആർക്കുള്ളത്? ഫീമെയിലിനുള്ളത്. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യം, ദ എഷ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് 1993 ഈസ് നോൺ ആസ് ICT in education, learning the treasure within, learning without burden, learning beyond limitations. ആൻസർ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ്. എഷ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നുള്ളതാണ്. അടുത്ത 18ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു എബ്രഹാം മാസ്ലോ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ബേസിക് നീഡ്? സെക്യൂരിറ്റി, ഫ്രണ്ട്ഷിപ്പ്, സെൽഫ് ആക്ച്വലൈസേഷൻ, ബിലോങ്ങിങ്നെസ്. ആൻസർ സെക്യൂരിറ്റിയാണ്. എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് സെക്യൂരിറ്റിയാണ്. ബേസിക് നീഡ് സെക്യൂരിറ്റിയാണ്. അടുത്ത 19ാമത്തെ ചോദ്യം, എറർ അനാലിസിസ് ഈസ് എ പ്രൊസീജിയർ ടു കാൽക്കുലേറ്റ് എറർ, ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി വെയർ ദ ചൈൽഡ് മേക്ക് എ മിസ്റ്റേക്ക്, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് ഓഫ് ടീച്ചർ, അനലൈസ് ദ സിലബസ്. ആൻസർ എന്ത് വരും? ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി വെയർ ദി ചൈൽഡ് മേക്ക് എ മിസ്റ്റേക്ക്. എറർ അനാലിസിസ് പുതിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എറർ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണ്? ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി വെയർ ദി ചൈൽഡ് മേക്ക് എ മിസ്റ്റേക്ക്. കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തിയ ഏരിയ എവിടെയാണ്, എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എറർ അനാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത 20ാമത്തെ ചോദ്യം, ദ കൾച്ചറൽ എക്സ്പെക്ടേഷൻസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ബിഹേവിയർ ആർ കോൾഡ് ജെൻഡർ റോൾസ്, ജെൻഡർ ടൈപ്പിംഗ്, ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ബയാസ്. ആൻസർ ജെൻഡർ റോൾസ് ആണ് ഇല്ലേ? ജെൻഡർ റോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? കൾച്ചറൽ എക്സ്പെക്ടേഷൻ ആണ്. ആണിങ്ങനെ ആയിരിക്കണം, പെണ്ണിങ്ങനെ ആയിരിക്കണം എന്നുള്ള കൾച്ചറൽ എക്സ്പെക്ടേഷൻ വരുന്നത് ജെൻഡർ റോൾസ് ആണ്. അടുത്ത 21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രേഡിംഗ് സിസ്റ്റം ഈസ് ഫോളോവ്ഡ് ഇൻ പ്രൈമറി ക്ലാസ്സസ്? ഡയറക്റ്റ് ഗ്രേഡിംഗ്, റിലേറ്റീവ് ഗ്രേഡിംഗ്, ഡയറക്റ്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഇൻഡയറക്റ്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ആൻസർ ഇതാണ്, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് സിസ്റ്റം ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. അടുത്ത 22ാമത്തെ ചോദ്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൺ പേഴ്സൺസ് അച്ചീവ്മെൻറ്റ് ആൻഡ് ആസ്പിറേഷൻ ഈസ് ആറ്റിറ്റ്യൂഡ്, ZPD, ലേണിംഗ് പേസ്,
ലെവൽ ഓഫ് ആസ്പിറേഷൻ. ആൻസർ ഏതാണ്? ലെവൽ ഓഫ് ആസ്പിറേഷൻ ആണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ വൺസ് പേഴ്സൺ അച്ചീവ്മെൻറ്റ് ആൻഡ് ആസ്പിറേഷൻ ആണ് ലെവൽ ഓഫ് ആസ്പിറേഷൻ. അടുത്ത് 23ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ട്രേറ്റ്? ഒരു ട്രേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഒരു സ്വഭാവ ഗുണമായിട്ട് പറയാൻ പറ്റുന്നത് ഏതാണെന്നാണ്. ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്, അഫിനിറ്റി ടുവാർഡ്സ് വെജിറ്റേറിയൻ ഫുഡ്, എബിലിറ്റി ടു ലീഡ് എ ഗ്രൂപ്പ്, അഫിനിറ്റി ടുവാർഡ്സ് ഫാഷൻ ഡ്രസ്. ആൻസർ ഏതാണ്? ലീഡ് എ ഗ്രൂപ്പാണ് ഇല്ലേ? എബിലിറ്റി ടു ലീഡ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ നയിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു സ്വഭാവ വിശേഷണം. അടുത്ത 24ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്? അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ഇമോഷൻ, അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ഇമോഷൻ, controlling others' emotion, maintain and strengthen relationship. ആൻസർ ഇത് വരും കൺട്രോളിങ് അതേഴ്സ് ഇമോഷൻ ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അകത്തെ ഫാക്ടർ അല്ലാത്തത്. ഇമോഷണൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരുടെ ഇമോഷനെ കുറിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ഇമോഷൻ അതിൽ വരുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ഇമോഷൻ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്സ് സ്ട്രെങ്തൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഇൻ്റലിജൻസ് കൊണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് പറ്റും. പക്ഷേ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കൺട്രോളിങ് അതേഴ്സ് ഇമോഷനാണ്. അടുത്ത 25ാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് അറ്റൻഡിങ് two separate activities simultaneously. A span of attention, division of attention, shifting of attention, distraction of attention. ആൻസർ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ ആണ്. ഒരേ സമയം ഒന്നിലധികം ആക്ടിവിറ്റീസ്, 2 ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ അവിടെ ഡിവിഷൻ ചെയ്യുകയാണ്. അവിടെ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ ആണ്. അടുത്ത 26ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു വൈഗോട്സ്കിയൻ ലേണിംഗ് തിയറി? സ്കാഫോൾഡിംഗ്, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, കൊളാബറേറ്റീവ് ലേണിംഗ്, കോഓപ്പറേറ്റീവ് ലേണിംഗ്. ആൻസർ ഏതാണ്? കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ വൈഗോട്സ്കിയൻ ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാൽ വൈഗോട്സ്കിയനകത്ത് വരുന്നതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്, കോഓപ്പറേറ്റീവ് ലേണിംഗ്, സ്കാഫോൾഡിംഗ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ വന്നാലോ അത് ജെറോം എസ് ബ്രൂണർ ആണ്. ബ്രൂണറുടേതാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അടുത്ത 27ാമത്തെ ചോദ്യം, എമംഗ് ദി ഫോളോവിങ് സൈക്കോളജിസ്റ്റ് who is not a theorist on intelligence? ഇൻ്റലിജൻസ് തിയറിക്കകത്ത് വരാത്ത ആളാരാണ്? തേഴ്സ്റ്റൺ, കോഹ്ലർ, ഗാർഡിനർ, സ്പിയർമാൻ. ആൻസർ കോഹ്ലർ ആണ് ഇല്ലേ? നമുക്കറിയാമല്ലോ. അടുത്ത 28ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ക്രിയേറ്റിവിറ്റി? ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, പ്രാക്ടിക്കബിലിറ്റി, റിപ്പീറ്റബിലിറ്റി. ആൻസർ റിപ്പീറ്റബിലിറ്റി ആണ്. ക്രിയേറ്റിവിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് റിപ്പീറ്റബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി വേണം, ഒറിജിനാലിറ്റി വേണം, പ്രാക്ടിക്കാലിറ്റി വേണം. എല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത് 29ാമത്തെ ചോദ്യം, ദ സക്സസ് ഓഫ് വിഷ്വലി എംപയർഡ് ചിൽഡ്രൻ ഇൻ ഇൻക്ലൂസീവ് സെറ്റിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് മാസ്റ്ററി ഓഫ് കരിക്കുലർ സ്കിൽസ്, co-curricular skills, extracurricular skills, plus curricular skills. Answer plus curricular skills ആണ്. The success of the visually impaired children in inclusive setting depends on his mastery over plus curricular skills. അറിയാം പ്ലസ് കരിക്കുലം എന്ന് പറയുന്നത് സ്പെഷ്യലി നീഡഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അടുത്ത് 30ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. റിമൂവൽ ഓഫ് ആൻ അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ടു ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ റെസ്പോൺസ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്,
നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ബേസിക് റീഇൻഫോഴ്സ്മെൻറ്റ്, സെക്കൻഡറി റീഇൻഫോഴ്സ്മെൻറ്റ്. ആൻസർ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ വരുന്നത്. 30 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ടുണ്ട്. ബാക്കി 29 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ 29 ക്വസ്റ്റ്യൻ്റെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന.